സഹകരണ സംഘം ജീവനക്കാർക്ക് ജോലി ചെയ്യുന്ന സംഘത്തിൽ നാമമാത്ര അംഗമാകാമോ, നിക്ഷേപിക്കാമോ, വായ്പ എടുക്കാമോ? സഹകരണ മേഖലയിൽ പലപ്പോഴും ഉയർന്നു വരാറുള്ള ഈ വിഷയത്തിൽ ഒരു പരിശോധനയാണ് ഇന്നത്തെ കോപ്പ് ടോക്സിൽ. കോപ്പ് ടോക്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സഹകരണ സംഘം ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സഹകരണ സ്ഥാപനത്തിൽ നാമമാത്ര അംഗമായി ചേരാൻ കഴിയുമോ, അവർക്ക് അവിടെ നിക്ഷേപം നടത്താൻ കഴിയുമോ, അവിടുന്ന് വായ്പ എടുക്കാൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ സംശയങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു വസ്തുത, സഹകരണ സംഘം ജീവനക്കാരന് അയാൾ ജോലി ചെയ്യുന്ന സഹകരണ സ്ഥാപനത്തിൽ നോമിനൽ അംഗത്വം എടുക്കുന്നതിനോ അവിടെ നിക്ഷേപം നടത്തുന്നതിനോ അവിടെ MDS പോലുള്ള പദ്ധതികൾ ചേരുന്നതിനോ അവിടെ വായ്പ എടുക്കുന്നതിനോ ഒരു തടസ്സവും സഹകരണ നിയമവും ചട്ടവും രജിസ്ട്രാറുടെ സർക്കുലറും മൂലമില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1969 സഹകരണ നിയമത്തിന്റെ വകുപ്പ് 50, സഹകരണ ചട്ടത്തിലെ 194, 195 വ്യവസ്ഥകൾ, ഇതെല്ലാം നാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് സഹകരണ സംഘം ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നാമമാത്ര അംഗമാകുന്നതിനോ നിക്ഷേപം നടത്തുന്നതിനോ വായ്പ എടുക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്കിത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്താണ് വകുപ്പ് 50 പറയുന്നത് എന്ന് നോക്കാം. വകുപ്പ് 50 പറയുന്നത്, ഒരു സഹകരണ സംഘത്തിലെ ഓഫീസർ അദ്ദേഹത്തിന് നേരിട്ടോ പരോക്ഷമായോ സംഘത്തിന്റെ ഔദ്യോഗിക ഓഫീസർ എന്നുള്ള നിലയിൽ നിയമപ്രകാരം അദ്ദേഹം ഇടപെടേണ്ട കാര്യങ്ങളിലല്ലാതെ മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഒരു കാര്യം പറയുന്നത്. സംഘം വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഒരു സംഘം ഓഫീസർക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ വകുപ്പ് പറയുന്നുണ്ട്. ഈ വകുപ്പിനെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. മറ്റൊന്ന് എന്താണ് വകുപ്പ് പറയുന്നത്? സംഘം ജീവനക്കാർക്ക് നിക്ഷേപത്തിനോ വായ്പയ്ക്കോ ഭവന നിർമ്മാണ വായ്പയ്ക്കോ ഒന്നും യാതൊരു തടസ്സവും ഒരു ഓഫീസർ ആണെങ്കിൽ പോലും ഇല്ല എന്നാണ് സഹകരണ നിയമത്തിലെ വകുപ്പ് 50 പറയുന്നത്. ചട്ടം 194, 195 ഇവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ചട്ടം 194 സഹകരണ സംഘ ജീവനക്കാരുടെ പണപരമായ ഇടപാടുകൾക്കുള്ള നിരോധനം സംബന്ധിച്ചാണ്. ഒരു സംഘം ജീവനക്കാരൻ അവന്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധപ്പെടുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി യാതൊരുവിധ പണമിടപാടുകളോ താല്പര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മുടെ ചട്ടം 194 പറയുന്നത്. ചട്ടം 195 എന്ന് പറയുന്നത് വകുപ്പ് 50ന്റെ ഒരു തനിയാവർത്തനം മാത്രമാണ്. വകുപ്പ് 50 പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചട്ടം 195 പറയുന്നത്. അവിടെ ഒരു മാറ്റമാണ് ആകെ സംഭവിച്ചിട്ടുള്ളത്. സഹകരണ നിയമത്തിലെ വകുപ്പ് 50 ഓഫീസർ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ചട്ടം 195 വരുമ്പോൾ അവിടെ ജീവനക്കാരൻ എന്ന ഒരു പദം ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓഫീസർ ആരാണെന്ന് സഹകരണ നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ട്. സഹകരണ നിയമത്തിലെ വകുപ്പ് 2 നിർവചനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഓഫീസർ എന്നുള്ളതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരൻ എന്ന് ചട്ടത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് ഒരു പോരായ്മയുണ്ട്. ഓഫീസർ എന്ന് പറഞ്ഞാൽ സംഘം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മാനേജർ തുടങ്ങി സംഘം കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാനും തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം കഴിയുന്ന ആളുകൾ എല്ലാം ഓഫീസറുടെ നിർവചനത്തിലായിട്ടാണ് നമ്മുടെ സഹകരണ നിയമത്തിലെ വകുപ്പ് 2 നിർവചനത്തിൽ പറയുന്നത്. അപ്പോൾ ഓഫീസറുടെ നിർവചനത്തിൽ നമ്മൾ ജീവനക്കാരുടെ പക്ഷത്തു നിന്നതിന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ സംഘം സെക്രട്ടറി നമുക്ക് ഈ ഓഫീസറുടെ നിർവചനത്തിൽ വരുന്നുണ്ട്. മറ്റു ജീവനക്കാർ ആ ഓഫീസറുടെ നിർവചനത്തിലേക്ക് വരുന്നില്ല. മറ്റൊന്ന്, മാനേജർ വരും എന്ന് സഹകരണ നിയമത്തിലെ ഈ വകുപ്പ് 2 നിർവചനത്തിൽ പറയുന്നുണ്ട്. മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങളിൽ ഇല്ല.
അവിടെ ബ്രാഞ്ച് മാനേജറാണ്. എന്നാൽ അർബൻ ബാങ്കുകളിൽ മാനേജർ എന്ന് പറയുന്ന തസ്തിക നമുക്ക് കാണാൻ കഴിയും. മറ്റു ചില സംഘങ്ങളിലും മാനേജർ എന്ന് പറയുന്ന തസ്തിക കാണാൻ കഴിയും. അപ്പോൾ ഓഫീസർ എന്ന് പറയുന്ന നിർവചനത്തിലെ സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ചട്ടത്തിൽ ജീവനക്കാരൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാക്കി മാറ്റുന്നതിൽ ചില നിയാമക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്ത് തന്നെ ആയാലും, ഓഫീസറാവട്ടെ ജീവനക്കാരനാവട്ടെ എന്തു തന്നെ ആയാലും, നാമമാത്ര അംഗമായി ഒരാൾക്ക് ചേരുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും നമ്മുടെ നിയമത്തിലില്ല. നമ്മുടെ നിയമത്തിലെ നാമമാത്ര അംഗത്തെ സംബന്ധിച്ച് വകുപ്പ് 2N പറയുന്നത് നാമമാത്ര അംഗം എന്ന് പറഞ്ഞാൽ ബൈലോ പ്രകാരം വ്യക്തത വരുത്തിയ കാര്യങ്ങളിൽ അവകാശമുള്ള അംഗം എന്നാണ്. സഹകരണ നിയമത്തിൽ വകുപ്പ് 18 നോമിനൽ അംഗത്വത്തെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. ഏതൊരാളെ വേണമെങ്കിലും ക്രമപ്രകാരം നോമിനൽ അംഗമായി ചേരാവുന്നതാണ്. നോമിനൽ അംഗത്തിന് സംഘം ഭരണസമിതി അംഗമാവാൻ കഴിയില്ല. സംഘത്തിലെ ആസ്തിയിലോ സംഘത്തിന്റെ ഓഹരിയിലോ ലാഭത്തിലോ ഒന്നും ഈ നോമിനൽ അംഗത്തിന് അവകാശമില്ല. പക്ഷേ നോമിനൽ അംഗമായി ചേരുന്നതിന് സംഘം ജീവനക്കാരെ തടസ്സപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയും നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇവിടെ ഇത് വേണ്ടത്ര പരിശോധിക്കാതെ തന്നെ സംഘം ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ MDS ചേരാൻ പാടില്ല എന്നെല്ലാം ഉള്ള ചില വ്യാഖ്യാനങ്ങൾ പല കോണുകളിൽ നിന്നും പല സമയത്തും ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയാനുള്ള കാര്യം, MDS എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനം നടത്തുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ്. നിക്ഷേപത്തിൽ ചേരുന്നതിന് തടസ്സമില്ല എന്ന് സഹകരണ നിയമത്തിലും ചട്ടത്തിലും വ്യവസ്ഥയുണ്ടെങ്കിൽ, വായ്പ എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് നിയമത്തിലും ചട്ടത്തിലും വ്യവസ്ഥയുണ്ടെങ്കിൽ MDS ചേരുന്നതിനും യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതാണ് ഇതിന്റെ ലീഗൽ പൊസിഷൻ. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സംബന്ധിച്ച് അവിടെ പ്രസക്തമായ ഒരു കാര്യം, സഹകരണ വകുപ്പ് ഇത്തരത്തിലൊക്കെയുള്ള നിലപാടുകളെല്ലാം സ്വീകരിക്കാൻ സഹകരണ വകുപ്പിനെ പ്രേരിപ്പിച്ചതിൽ മതിയായ കാരണമുണ്ട്. ആ കാരണത്തിന് യാതൊരുവിധ തർക്കമില്ല. കരുവന്നൂർ പോലെ സംസ്ഥാനത്തെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ അതാത് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് നടത്തിയ വലിയ വെട്ടിപ്പുകൾ, ഈ വെട്ടിപ്പുകളെ തടയുന്നതിനും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും വേണ്ടി സഹകരണ വകുപ്പ് നടത്തുന്ന ഇടപെടലാണ് സംഘം ജീവനക്കാർക്ക് നിക്ഷേപം വേണ്ട, വായ്പ വേണ്ട, MDS വേണ്ട, ചിട്ടി വേണ്ട എന്നെല്ലാം പറയുന്ന ഇടപെടൽ ഈ പശ്ചാത്തലത്തിൽ ശരിയാണ്. എന്നാൽ അതിന് സഹകരണ നിയമത്തിന്റെയോ ചട്ടത്തിന്റെയോ ഒന്നും ഒരു പരിരക്ഷയുമില്ല എന്ന വസ്തുത ഈ ചർച്ചയുടെ ഭാഗമായി വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സഹകരണ നിയമത്തിലെ വകുപ്പ് 18 നോമിനൽ അംഗമാകാനുള്ള യോഗ്യത പറയുന്നത്. ഒരു സഹകരണ സംഘത്തിന് ഏതൊരു വ്യക്തിയെയും സംഘത്തിൽ നാമമാത്ര അംഗമായി ചേർക്കാവുന്നതാണെന്ന് സഹകരണ നിയമത്തിൽ പറയുന്നു. ഏതൊരു വ്യക്തിക്കും അംഗമാകാമെന്ന് നിയമത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ സഹകരണ ജീവനക്കാരന് മാത്രമായി എങ്ങനെ വിലക്കേർപ്പെടുത്തും? അപ്രകാരം വിലക്കേർപ്പെടുത്താൻ കഴിയില്ല എന്നാണ് സഹകാര്യം പരിശോധനയിൽ വ്യക്തമാകുന്നത്. സംഘം ജീവനക്കാരാണ്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി കരാറുകളിൽ ഏർപ്പെടാമോ എന്ന വിഷയത്തിൽ സഹകരണ നിയമം വകുപ്പ് 50, ചട്ടം 194, 195 എന്നിവ നിലവിലുണ്ട്. ഇതിലെ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോഴും സംഘം ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വായ്പയെടുക്കാനോ നിക്ഷേപം നടത്താനോ നിയമതടസ്സം കാണുന്നില്ല. ഒരു സംഘം ഓഫീസർ എന്ന നിലയിലുള്ള ആ സ്ഥാപനത്തിൻ്റെ നിയമപരമായ ചുമതല നിർവഹണത്തിൻ്റെ ഭാഗമല്ലാതെ സംഘവുമായി നടക്കുന്ന ഒരു ഇടപാടിൽ നേരിട്ടോ പരോക്ഷമായോ ബന്ധപ്പെടാൻ പാടില്ല. സംഘം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ കാര്യത്തിൽ സംഘം ഓഫീസർ ഇടപെടാൻ പാടില്ലെന്നും വകുപ്പ് 50 പറയുന്നു. ഒരു സംഘം ജീവനക്കാരന് അയാൾ സംഘത്തിൽ നിന്നും എടുത്ത വായ്പയിലോ നിക്ഷേപത്തിലോ അയാളുടെ താമസ സൗകര്യത്തിന് സംഘം നടത്തുന്ന ഏർപ്പാടിലോ അല്ലാതെ മറ്റിടപാടുകളിൽ സംഘം ജീവനക്കാരൻ എന്ന നിലയിൽ യാതൊരു അവകാശ ബന്ധവും ഉണ്ടാകാൻ പാടില്ല. വകുപ്പ് 50നോട് ചേർത്ത് വെച്ച് ചട്ടം 194, 195 ഇവ പരിശോധിക്കുമ്പോഴും ഒരു ജീവനക്കാരനാണ്, അയാൾ ജോലി ചെയ്യുന്ന സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുന്നതിനോ വായ്പ എടുക്കുന്നതിനോ തടസ്സമില്ല എന്ന് കാണുന്നു. ഒരു ജീവനക്കാരൻ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി പണപരമായ ഇടപാട് നടത്തുന്നതിനെ ചട്ടം വിലക്കുന്നു. ചട്ടം 195 വകുപ്പ് 50 പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്.
ഇവിടെയും സംഘം ജീവനക്കാർക്ക് നിക്ഷേപം നടത്തുന്നതിനോ വായ്പ എടുക്കുന്നതിനോ യാതൊരു വിലക്കുമില്ല. എന്നാൽ വകുപ്പ് 50 പറയുന്ന ഓഫീസർ സംഘം സെക്രട്ടറിയും മാനേജരും മാത്രമാണെന്ന് കാണാം. ഓഫീസർക്ക് വകുപ്പ് 2 നൽകുന്ന നിർവചനം പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാണ്. എന്നാൽ ചട്ടം 195 ഓഫീസർക്ക് പകരം ജീവനക്കാരൻ എന്ന പദം ഉപയോഗിക്കുന്നതിൽ പൊരുത്തക്കേടുണ്ട്.